Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Techno Factory with me Sumodh and welcome back to തട്ടിക്കൂട്ട് സെറ്റപ്പ്. ശരിക്കും പേര് പോലെ തന്നെ തട്ടിക്കൂട്ട് സെറ്റപ്പിൻ്റെ ഒരു തട്ടിക്കൂട്ട് എപ്പിസോഡാണിത്. കുറേ നാളായിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രീസ് ഒന്നും വരുന്നില്ലായിരുന്നു. ഇത് പഴയ കുറച്ച് എൻട്രീസ് ഒക്കെ വന്നതിനെ ക്ലബ് ചെയ്ത് തട്ടിക്കൂട്ടിയതാണ്. ഫസ്റ്റ്ലി എൻട്രീസ് കുറവാണ് ആൻഡ് വരുന്ന എൻട്രീസ് എല്ലാം തന്നെ നമ്മൾ പറയുന്ന രീതിയിലൊന്നും അല്ല. പല മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് അതിൽ. നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എങ്ങനത്തെ ഫോട്ടോസാണ് വേണ്ടത്, എത്ര ഫോട്ടോസ് വേണം, ഇതെല്ലാം നമ്മൾ നിങ്ങൾ ആ ലിങ്ക് കയറി കഴിഞ്ഞാൽ അതിൽ ക്ലിയർലി എല്ലാം ഒരു ലിസ്റ്റിംഗ് ഉണ്ട്. എന്നാലും പലരും അയക്കുന്നത് വാട്സപ്പിൽ നിന്ന് കംപ്രസ് ചെയ്ത ഫോട്ടോസാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫോട്ടോസ് അല്ല. നമ്മൾ പി സിയുടെ ഫോട്ടോ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പി സിയുടെ കംപ്ലീറ്റ് സൂം ചെയ്തിട്ട് പ്രോസസ്സറിൻ്റെ CPU കൂളറിൻ്റെ മാത്രമായിരിക്കും അയക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുവാണ്, ഇങ്ങനത്തെ ഫോട്ടോസാണ് മോസ്റ്റ്ലി വരുന്നത്. അല്ലെങ്കിൽ ഫോട്ടോസ് ക്ലിയർ ആയിരിക്കത്തില്ല, ഓർ ഫോട്ടോസ് നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ കുറേ പേര് അയക്കുന്നത് പോർട്രേറ്റ് മോഡിലായിരിക്കും, അതും ക്ലാരിറ്റി ഇല്ലാത്ത ഫോട്ടോസ് ആയിരിക്കും. സോ യൂഷ്വലി നടക്കുന്നത് മെയിൽ വരും, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഒബ്സർവേഷൻസ് എല്ലാം റിപ്ലൈ അയക്കും. ഇതിന് ഒന്നെങ്കിൽ മെജോറിറ്റി ഓഫ് ദി റിപ്ലൈസ് തിരിച്ച് വരാറില്ല, അല്ലെങ്കിൽ റിപ്ലൈ വരും, ഇപ്പം തന്നെ അയക്കാമെന്ന് പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടാകത്തില്ല. സോ അങ്ങനെ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തതാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറച്ചൊക്കെ എൻട്രീസ് വെച്ചിട്ട് ചെയ്യാമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫോട്ടോസ് ഒന്നുമില്ല മോസ്റ്റ്ലി. സോ അതൊരു മെയിൻ കൺസേൺ ആണ്. പ്രോപ്പർ എൻട്രീസ് നല്ല രീതിയിൽ വന്നാലേ നമുക്കത് അത്രയും നല്ല രീതിയിൽ കാണിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എനിവേസ് ലെറ്റ്സ് ഹോപ്പ് ആൻഡ് ബി പോസിറ്റീവ്. 2025 ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് 2025 സ്റ്റാർട്ടിങ്ങിൽ തട്ടിക്കൂട്ട് സെറ്റപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്തായാലും തട്ടിക്കൂട്ട് സെറ്റപ്പിലേക്ക് നിങ്ങളുടെ എൻട്രീസ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ക്ലിയർലി ആ ലിങ്കിൽ എല്ലാ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് എങ്ങനെ വേണം, ഫോട്ടോസ് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫോട്ടോസ് അയക്കാം. ലാർജ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ വലിയ സൈസ് ഫോട്ടോസ് ആണെങ്കിൽ WeTransfer യൂസ് ചെയ്ത് സെൻഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ആ ലിങ്കിൽ, താഴത്തെ ലിങ്ക് ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് 2025 ആണ്. തട്ടിക്കൂട്ട് സെറ്റപ്പിനെ അടിപൊളിയാക്കാൻ ഐ നീഡ് യു എൻട്രീസ്. ഓക്കെ, സോ ഫസ്റ്റ് സെറ്റപ്പ് ഈസ് ഫ്രം അക്ഷിത്, ആലപ്പുഴ നിന്നാണ് അയച്ചേക്കുന്നത്. ഗെയിമിംഗ് ആൻഡ് ഓഫീസ് യൂസിനാണ് PC യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ PC സെറ്റപ്പ് ഇതാണ്. സ്പെക്സ് ഞാൻ നോക്കുന്നില്ല, സ്പെക്സ് നോക്കാതെ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എന്തൊക്കെ കോമ്പണൻറ്റ്സ് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുമെന്ന്. ക്യാബിനറ്റ് ഐ തിങ്ക് ലിയാൻലിയുടെ ലാൻകൂൾ 205 മോഡലാണെന്ന് തോന്നുന്നു. 205 ആണോ 215 ആണോ? മോണിറ്റർ മോഡൽ എക്സാക്ട്ലി അറിയത്തില്ലെങ്കിലും ബെൻക്യൂ മോണിറ്റർ ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് സ്റ്റാൻഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ബെൻക്യൂയുടെ മോബിയസ് സീരീസ് മോണിറ്ററാണ്. 24 ഇഞ്ച് ആണെന്ന് തോന്നുന്നു. റെഡ് ഡ്രാഗൺ ബ്രാൻഡിൻ്റെ ആണ് കീബോർഡ് ആൻഡ് മൗസ് ഓഫ് കോഴ്സ് റേസർ ബ്രാൻഡിൻ്റെ ആണ്. ഈവോഫോക്സിൻ്റെ ആണ് കൺട്രോളർ. സോ ഫസ്റ്റ് ലുക്കിൽ നമുക്ക് കോമ്പണൻസിൻ്റെ ലിസ്റ്റിങ്സ് ഇത്രയാണ് കാണുന്നത്. ആൻഡ് ഐ തിങ്ക് MSIയുടെ മദർ ബോർഡാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. മിസ്റ്റിക് ലൈറ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ AMD ബേസ്ഡ് സിസ്റ്റമാണ്. Ryzen 5 5600X ആണ് പ്രോസസർ. MSIയുടെ ആണ് മദർ ബോർഡ്. ഞാൻ പറഞ്ഞ പോലെ MSIയുടെ MPG B550 ഗെയിമിംഗ് പ്ലസ് മോഡൽ. G-Skills Ripjaw 16GB RAM, 3000 MHz ആണ്, 18:2 GPU. Inno 3D ബാൻഡിൻ്റെ iChill മോഡൽ. SSD XPG S70 Blade 1TB. സാംസങ്ങിൻ്റെ 980 1TB ഉണ്ട്. സിമിലർലി കിങ്സ്റ്റൻ്റെ A400 240GB SATA ബേസ്ഡ് SSD ആണ്. ആൻഡ് വേറൊരു 120GB കിങ്സ്റ്റന്റെ സെയിം A400 മോഡൽ. ആൻഡ് ഒരു ഹാർഡ് ഡ്രൈവും കൂടി ഉണ്ട്, Seagateന്റെ 500GB ഹാർഡ് ഡ്രൈവ്. സോ ഇത്രയുമാണ് സ്റ്റോറേജ്. CPU കൂൾ ചെയ്യുന്നത് AK400 ആണ്, ഡീപ് കൂൾഡ് എയർ കൂളർ. പവർ സപ്ലൈ കൂളർ മാസ്റ്ററിന്റെ MW 750 വാട്ട്സിന്റെ V2 ബ്രോൺസ്. ക്യാബിനറ്റ് ലിയാൻലി 215 ആണ്, 205 അല്ല, 215 മോഡലാണ്. മൈ മിസ്റ്റേക്ക്. കേസ് ഫാൻസ് ഡീപ് കൂൾഡ് FK 120 3 യൂസ് ചെയ്യുന്നു. അഡീഷണലി നോക്കുവാണെങ്കിൽ APCയുടെ BX1100C UPS യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മോണിറ്റർ പെരിഫറൽസും ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർലി ലിസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മോണിറ്റർ ബെൻക്യൂന്റെ ആണ്, Mobius EX2510S. സോ ടോട്ടൽ സ്പെക്സ് എന്തായാലും സ്ക്രീനിൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫർ ചെയ്യാം. എന്തായാലും സ്പെക്സ് നല്ല സ്പെക്സ് തന്നെയാണ്. ആൻഡ് സ്പെക്സ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് ഫോട്ടോസിലോട്ട് പോവുകയാണെങ്കിൽ നോർമൽ ഒരു പഴയ ടൈപ്പ് ടേബിൾ ആണ്. ബേസിക് ഒരു ഓഫീസ് ചെയർ ആണ് നമുക്ക് കാണുന്നത്. താഴെയാണ് UPS വെച്ചേക്കുന്നത്. ഓവറോൾ ചെറിയ സ്പേസിൽ മാക്സിമം പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ല. കേബിൾ മാനേജ്മെന്റ് ഫോട്ടോസിൽ നിന്ന് കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ക്യാബിനറ്റിന്റെ ഇന്റീരിയർ ഫോട്ടോസിലോട്ട് നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. ലുക്സ് ഡീസെൻറ്റ്. കുറച്ചൊന്ന് നീറ്റ്നെസ്സിൻ്റെ ഒരു ഇതുണ്ട്, കുറച്ചൊന്ന് ക്ലീൻ അപ്പ് ചെയ്ത് വെക്കാമായിരുന്നു. ഓവറായിട്ടുള്ള RGB ലൈറ്റിങ്സ് അങ്ങനെയില്ല, ജസ്റ്റ് ക്യാബിനറ്റിൻ്റെ RGB ലൈറ്റിംഗ് മാത്രമാണുള്ളത്. ഫ്രണ്ടിലെ 2 200mm ഫാൻസിൻ്റെ RGB ലൈറ്റിംഗിൻ്റെ എഫക്റ്റ് ആണ് ഇത്രയും കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ എം സെൻഡിങ് ഇൻ ടു തട്ടിക്കൂട്ട് സെറ്റപ്പ്. ദ സിസ്റ്റം അപ്ഗ്രേഡഡ് ഫ്രം APU ബിൽഡ്. തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 1. ഓക്കെ, എപ്പിസോഡ് 1-ൽ നമ്മൾ ഷോക്കേസ് ചെയ്തതാണ്, അതിനെ അപ്ഗ്രേഡ് ചെയ്തതാണിത്. ഓക്കെ, നൈസ്. ഓക്കെ, I upgraded that according to your recommendations. Refer to തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 29. ഓക്കെ, സോ എപ്പിസോഡ് 1-ഉം എപ്പിസോഡ് 29-ലാണ് തോന്നുന്നു പുള്ളി അയച്ചത്. അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് പല ചേഞ്ചസ് ചെയ്തതാണ്. ലൈക്ക് ദാറ്റ്സ് നൈസ് ടു നോ. ആക്ച്വലി നമ്മൾ പറഞ്ഞ കാര്യം
അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് അത് ചെയ്ത് വീണ്ടും സെറ്റപ്പ് എൻട്രി അയക്കുന്നു എന്ന് പറയുന്നത് ലൈക്ക് ദാറ്റ്സ് ഗുഡ് ടു നോ. ആക്ച്വലി ദാറ്റ്സ് വെരി ഗുഡ്. എന്തായാലും നല്ല സെറ്റപ്പാണ്. സെറ്റപ്പിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. സെറ്റപ്പ് ലുക്സ് ഗുഡ്. ഓക്കെ, ഇനി വാട്ട് അപ്ഗ്രേഡ്സ് ഷുഡ് യു റിക്കമെൻഡ് ഫോർ ദിസ് കറന്റ് സ്പെക്? ഈ കറന്റ് സ്പെക്കിൽ ഇപ്പം അപ്ഗ്രേഡ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഗെയിമിംഗ് യൂസിന് ഇപ്പോഴത്തെ യൂസിന് ഇതാണ്. വലിയ അപ്ഗ്രേഡ്സ് നമ്മൾ പറയുന്നില്ല. 750 വാട്ട്സിന്റെ PFC ഉണ്ട്. സോ GPU അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ യു. GPU അപ്ഗ്രേഡ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡാണ്. സോ പ്രോസസ്സർ വേണമെങ്കിൽ 5600X ആണ്. സോ മേ ബി X3D പ്രോസസ്സറിലോട്ട് വേണേൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇൻ കേസ് അങ്ങനെ ഒരു അപ്ഗ്രേഡ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അതല്ല എന്താണ് അപ്ഗ്രേഡ്, ആക്ച്വൽ പ്രിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റും ബാക്കി നിങ്ങളുടെ ആക്ച്വൽ പ്രിഫറൻസിൽ ഡിപ്പെൻഡ് ചെയ്യും. സിമിലർലി പ്രോസസ്സർ 5600Xന്ന് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ 5800X3Dയിലോട്ട് പോകാം. എൻറ്റയർലി ഗെയിമിംഗ് പർപ്പസ് ആയതുകൊണ്ട് X3D 5800X3D കുറച്ചുകൂടെ ബെറ്റർ വാല്യൂ ആയിരിക്കും. ഇൻ കേസ് സെയിം പ്ലാറ്റ്ഫോമിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിൽ, അതല്ല നിങ്ങൾ AM5ലോട്ട് DDR5ലോട്ട് മൂവ് ഓൺ ചെയ്യാനാണെങ്കിൽ മദർ ബോർഡ്, പ്രോസസ്സർ, റാം എല്ലാം ചേഞ്ച് ചെയ്യണം. സോ അത് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. GPU 3060 കുഴപ്പമില്ല, വേണമെങ്കിൽ 40 സീരീസിലോട്ട് പോകാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബഡ്ജറ്റ്. അഗെയിൻ സെറ്റപ്പ് എന്തായാലും നല്ല സെറ്റപ്പാണ്. ഫോട്ടോസ് ഇതിപ്പം ഇത് പണ്ടെപ്പോഴും അയച്ചതാണ്. സോ ഇപ്പം ഇത് മാറിയോ മാറ്റിയിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല. ഒന്ന് നീറ്റ് ആക്കാം, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇതിൽ പറയാനൊന്നുമില്ല. സോ ഓവറോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റപ്പ് ഫ്രം അക്ഷിത് ആലപ്പുഴ. മൂന്നാമത് തേർഡ് ടൈം ആണ് അയക്കുന്നത്. 2 പ്രാവശ്യം അയച്ചത് നമ്മൾ പറഞ്ഞ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് അയച്ചതാണ്. ഓക്കെ, മൂവിംഗ് ഓൺ. നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് ഷിജു അബ്രഹാം ആണ് ഫ്രം ബാംഗ്ലൂർ. ഗ്രാഫിക് ഡിസൈനിങ്, എഡിറ്റിംഗ് ആൻഡ് ലൈറ്റ് ഗെയിമിംഗിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. അതാണ് പേർപ്പസ് മെൻഷൻ ചെയ്തേക്കുന്നത്. സ്പെക്ക് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഫോട്ടോസ് ഒന്ന് നോക്കാം. സെറ്റപ്പിന് എന്തായാലും ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം പുള്ളിക്കാരൻ തന്നെ ഈ ഫസ്റ്റ് ഫോട്ടോയിൽ തന്നെ കംപ്ലീറ്റ് സ്പെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലുക്ക് അടിപൊളിയാണ്. ലൈക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറും അതുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓവറോൾ വാൾപേപ്പർ സെറ്റപ്പ്. അതായത് ലാപ്ടോപ്പിലും 2 മോണിറ്റേഴ്സ്, ഈവൻ മൊബൈൽ ഫോണിന്റെ വാൾപേപ്പറും കംപ്ലീറ്റ്ലി സിങ്ക്ഡ് ആണ്. എല്ലാം നല്ലൊരു പെർഫെക്റ്റ് ബാലൻസ് ആണ്. ഗ്രാഫിക് ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ കളർ പാലറ്റ് ഒക്കെ കൈൻഡ് ഓഫ് മാച്ച് ചെയ്താണ് വെച്ചേക്കുന്നത് മൊത്തത്തിൽ. എനിവേ സ്പെക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ Ryzen 7 5700X, ASRockന്റെ B550M മിനി ITX മദർ ബോർഡാണ്. ഗാലക്സിന്റെ Revolution 3 ആണ്. AG400 ആണ് കൂളർ. 3200 MHz-ന്റെ 2 റാം ആണ് യൂസ് ചെയ്യുന്നത്. T-Force Vulkan ബ്രാൻഡ്. Corsair CV550 ആണ് പവർ സപ്ലൈ. 240 വാട്ട്സിന്റെ WD NVMe SSD ആൻഡ് WD 1TB SATA ഹാർഡ് ഡ്രൈവ് യൂസ് ചെയ്യുന്നുണ്ട്. 6GB ഗ്രാഫിക്സ് കാർഡ് ഗാലക്സിന്റെ ആണ്. GTX 1660 ആണ് OC എഡിഷൻ GPU യൂസ് ചെയ്യുന്നത്. PCയുടെ സ്പെക്ക് ഇതൊക്കെയാണ്. ബാക്കി കോമ്പണന്റ്സിന്റെ കാര്യങ്ങൾ സ്പെക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. BenQ ആണ് മോണിറ്റർ 2 യൂസ് ചെയ്യുന്നത്. ഡിസൈൻ വ്യൂ, ഓഫ് കോഴ്സ് ഗ്രാഫിക് ഡിസൈനിങ് ആയതുകൊണ്ട് ബെസ്റ്റ് ചോയ്സ് ആണ് BenQയുടെ ഡിസൈൻ വ്യൂ മോണിറ്റേഴ്സ്. കളർ ആക്യുറസി റിലേറ്റഡ് വർക്ക്സിന് നല്ലതാണ്. സോ ഫസ്റ്റ് ലുക്കിൽ ഹോൾ സെറ്റപ്പ് ലുക്സ് വെരി നൈസ്. ആക്ച്വലി PC സെറ്റപ്പിനെ കുറിച്ച് പുള്ളി എന്തോ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം. കേബിൾ മാനേജ്മെന്റ് വെൽ ഡൺ. കേബിൾ മാനേജ്മെന്റ് നല്ല രീതിയിൽ അതിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഫോട്ടോസ് അയച്ചേക്കുന്നത്. എല്ലാം ബാക്ക് സൈഡിന്റെയും മോണിറ്ററിന്റെയും താഴത്തെ കേബിൾ മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം ക്ലിയർലി ഡിസ്റ്റിങ്ഷ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. വെരി നൈസ്. ഇവൻ ദോ ഒരു പഴയ ടേബിൾ ആണ്. നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ലൈക്ക് PC-യുടെ പെർഫോമൻസിൽ, എസ്തെറ്റിക്സിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങൾ കുറച്ച് ബഡ്ജറ്റ് റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മെയിൻ്റനൻസ് അടിപൊളിയാണ്. നീറ്റായിട്ട് പ്രൊഫഷണൽ രീതിയിലാണ് കംപ്ലീറ്റ്ലി ഓർഗനൈസ് ചെയ്ത് നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ആപ്പിളിൻ്റെ MacBook Pro യൂസ് ചെയ്യുന്നുണ്ട്. 2023 എഡിഷൻ. ആപ്പിളിൻ്റെ M2 ചിപ്പ് ഉള്ളത്. 13.3 ഇഞ്ച്. മൈ കറന്റ് സ്പെക്ക് GTX 1660 ആണ്. സജസ്റ്റ് എ ബഡ്ജറ്റ് ഓപ്ഷൻ ആൻഡ് ഓൾസോ സജഷൻ ചേഞ്ചിങ് മൈ PSU റെഗുലർ PSU ടു SFX PSU. ആക്ച്വലി ഇതിപ്പം 550 വാട്ട്സിൻ്റെ ആണ് PSU ഇവിടെ പുള്ളി മെൻഷൻ ചെയ്തേക്കുന്നത്. ഇതും എനിക്കറിയത്തില്ല, ഇതും മാർച്ചിലെങ്ങാണ്ട് വന്നതാണ് മെയിൽ. സോ ഐ ഡോണ്ട് നോ ഇതിൽ അപ്ഗ്രേഡ്സോ കാര്യങ്ങൾ ഇത് വേറെ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ടോ എന്നോ എനിക്കറിയത്തില്ല. എന്തായാലും 550 വാട്ട്സിൻ്റെ ഇൻ കേസ് ക്യാബിനറ്റിൽ ഫുൾ സൈസ് ATX PSU ഫിറ്റ് ആവുമെങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അഗെയിൻ ബഡ്ജറ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചത്. സോ SFX എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഓപ്ഷന് വരത്തില്ല. SFX PSUs അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഓൾസോ ഇന്ത്യയിൽ അത്രയ്ക്ക് മോഡൽസ് ഒന്നും അവൈലബിളും അല്ല. സോ ഒരു SFX PSU തന്നെ വേണം, അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. അതല്ല ഒരു നോർമൽ ATX ഇതിൽ ഫിറ്റ് ആവുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. GPU നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നോക്കാം. 550 വാട്ട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇൻ കേസ് അപ്ഗ്രേഡ് ആണെങ്കിൽ ഇതിൽ RTX 3060 വരെ മാക്സിമം ഓക്കെ ആയിരിക്കും. 3060 ഓർ മേ ബി 4060 ഓക്കെ ആയിരിക്കും. ഡിപ്പെൻസ്. PSUയുടെ
SFX തന്നെ നോക്കുന്നെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. കൂളർ മാസ്റ്ററിൻ്റെ ചിലപ്പോൾ കാണും, ലിയാൻലി ഓർ കോർസേൻ്റെ ചിലപ്പോൾ കിട്ടും SFX. സോ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഫുൾ സൈസ് ATX തന്നെ യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഹയർ വേണമെങ്കിൽ എടുക്കാം. PC-യുടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത് മൈ ക്യാമറ ക്വാളിറ്റി, ലൈറ്റിംഗ് കണ്ടീഷൻസ് ആൻഡ് റൂം സ്പേസ് ആർ വെരി മിനിമൽ ആയതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ലുക്ക് കിട്ടുന്നത്. അത് ഓവറായിട്ട് സ്പേസ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ടൊരു കാര്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ നല്ല രീതിയിൽ വെച്ചില്ലെങ്കിൽ വലിയ യൂസ് ഇല്ല. നമ്മൾ ഇതുപോലത്തെ സെറ്റപ്പ്സ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ലൈക്ക് സ്പേസും കാര്യങ്ങളും ബഡ്ജറ്റ് എല്ലാം ഉണ്ടായിട്ടും പ്രോപ്പർ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാതെ വെക്കാത്തത്. ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പേഴ്സണലി ഒരു ഇത് വന്നത് PC ക്യാബിനറ്റ് താഴെ വെച്ചില്ല. ഈവൻ ദോ സ്പേസ് കൺസ്ട്രെയിൻഡ് ആണെങ്കിലും PC ക്യാബിനറ്റ് താഴെ വെക്കാതെ സൈഡിൽ ഒരു ചെറിയ ടേബിൾ, ഒരു സ്റ്റൂൾ പോലത്തെ ഇതിലാണ് വെച്ചേക്കുന്നത്, ഒരു പ്ലാറ്റ്ഫോമിലാണ്. സോ അത് കൈൻഡ് ഓഫ് ഐ ഫീൽ ലൈക്ക് വെരി നോർമലി താഴെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ഫീലിംഗ് ആണ്. ബിക്കോസ് ഓഫ് കോഴ്സ് അതൊരു PC ആണെന്ന് പറഞ്ഞാലും നമ്മൾ PC ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അങ്ങനെയാണ്. സോ അതിനെ എപ്പോഴും അത്രയും കെയർ ചെയ്ത് ടേബിളിൽ വെക്കുന്നതാണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്. സ്പേസ് ഇല്ലെങ്കിലും അതിനെ താഴെ വെച്ചിട്ടില്ല. അത് ഡസ്റ്റിൻ്റെ ബിൽഡപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ താഴെ വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് ഡസ്റ്റ് താഴെ നിന്നാണ് അടിച്ച് കയറുന്നത്. പുള്ളി ഇത് 2009 അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് ഒരു സെലറോൺ PC ആയിരുന്നു, പിന്നെ അത്ലോൻ്റെ X4, ദെൻ i3. അത് കഴിഞ്ഞിട്ട് ഒരു 6 ഇയേഴ്സ് പുള്ളി 3200G APU ആണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്ഗ്രേഡ് ചെയ്ത ഒരു ഫൈനൽ സെറ്റപ്പാണിത്. ഇതിൽ ഇനി അപ്ഗ്രേഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആസ് എ PC enthusiast, I like your channel and particularly തട്ടിക്കൂട്ട് സെറ്റപ്പ്. താങ്ക് യു. ആൻഡ് റിമെമ്പർ മീ അബൌട്ട് ടെക്സോസ് സെറ്റപ്പ് വാസ്. ഇത് നമ്മൾ തുടങ്ങുമ്പോഴും പറഞ്ഞാണ് ടെക്സോസിൻ്റെ സെറ്റപ്പ് വാസ്, അല്ലെങ്കിൽ റാൻഡം ഫ്രാക്പി ചാനലിലെ റൂം ടൂർ പ്രോജക്റ്റ്. ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ തന്നെയാണ്. പുതിയതായിട്ട് ഞാൻ തുടങ്ങി വെച്ചതൊന്നുമല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ബട്ട് മലയാളത്തിൽ ഐ തിങ്ക് നമ്മളാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ എനിവേസ്, താങ്ക് യു ഫോർ ദി എൻട്രി. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ്, പ്രൊഫഷണൽ സെറ്റപ്പാണ്. ഇതിലാകെ ഒരു റെക്കമെൻഡേഷനായിട്ട് ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ പറയാനുള്ളത് ചെയറാണ്. ഒരു പ്രോപ്പർ ഓഫീസ് ചെയർ, അല്ലെങ്കിൽ നല്ലൊരു ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു ഓഫീസ് ചെയർ പോലത്തെ സംഭവം അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഒരു ട്രൂ പ്രൊഫഷണൽ ആണ്. ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ലോങ് ഹവേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ഓൺ എ ലോങ് റൺ നോക്കുവാണെങ്കിൽ അത് സ്ലോലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു സെറ്റപ്പിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ആകെ പറയാനുള്ള ഒരു കമൻറ്റ് അതാണ്. ഓവറോൾ സെറ്റപ്പ് വെരി നൈസ്. കേബിൾ മാനേജ്മെൻറ്റ് നല്ലതാണ്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ലുക്സ് വെരി ഗുഡ്, ലുക്സ് വെരി പ്രൊഫഷണൽ. സോ അതായിരുന്നു നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് ഫ്രം ഷിജു അബ്രഹാം, ബാംഗ്ലൂരിൽ നിന്ന്. ആൻഡ് ഫൈനൽ സെറ്റപ്പ് അയച്ചേക്കുന്നത് ഷിഹാബുദ്ദീൻ ആണ്, ഫ്രം മലപ്പുറം. ഫസ്റ്റ് ലുക്ക് അടിപൊളി സെറ്റപ്പാണ്, അടിപൊളി കളേഴ്സ്. ഐ മീൻ ഓവറോൾ പേർപ്പിൾ കളർ തീമാണ്. സിംഗിൾ കളറാണ് ഒന്ന് യൂസ് ചെയ്തേക്കുന്നത്. സെറ്റപ്പ് അടിപൊളിയാണ് കാണാൻ. മൊത്തത്തിൽ സെറ്റപ്പ് ഓവറോൾ പ്രസൻറ്റേഷൻ ലുക്സ് വെരി നൈസ്. കേബിൾ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. PC-യുടെ സ്പെക്സ് നമുക്ക് നോക്കാം. ഗെയിമിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, കോളേജ് വർക്ക്സ് ആൻഡ് കോഡിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. i5-12400 പ്രോസസർ, MSI ബ്രാൻഡിൻ്റെ B660M മോട്ടർ, നോൺ വൈഫൈ മദർബോർഡ്, DDR4 ആണ്. XPGD ആണ് റാം, D50, 16GB. ഗ്രാഫിക്സ് കാർഡ് RTX 4060 ആണ്, സ്പൈഡർമാൻ എഡിഷൻ. Zotac-ന്റെ കിങ്സ്റ്റന്റെ NV2 ആണ്, 1TB SSD, AG400 ആണ് ഡീപ് കൂൾഡ് വൈറ്റ് കൂളർ. പവർ സപ്ലൈ A-Data ബ്രാൻഡിൻ്റെ ആണ്, XPG പൈലോൺ. Zebronics-ന്റെ ഹെർമീസ് ആണ് ക്യാബിനറ്റ്. ആൻറ്റി സ്പോർട്സിൻ്റെ ആണ് കീബോർഡ്, ആൻഡ് റേസറിൻ്റെ മൗസ്. സോ അതിവിടെ കാണും. കസ്റ്റം മെയ്ഡ് മൗസ് മാറ്റ് ആണെന്ന് തോന്നുന്നു. PC-യുടെ ഒരു ഓവറോൾ ലുക്ക് വൈസ് കംപ്ലീറ്റ് റൂമിൻ്റെ ലുക്കും ലൈറ്റിംഗ് എവറിത്തിങ് ലുക്സ് വെരി നീറ്റ്. കേബിൾ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കേബിൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേബിൾ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. കുറേ കാര്യങ്ങൾ ഈ സെറ്റപ്പിൽ പുള്ളി തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. PC-യെക്കുറിച്ച് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഇറ്റ്സ് എ വൈറ്റ് ബ്ലാക്ക് ക്രോസ് ഓവർ ബിൽഡ് ഫ്രം CMX Rigs. ഓക്കെ, ഐ ഹവ് ക്ലീൻഡ് ആൻഡ് റീബിൽഡ് ദ PC once. ഹോൾ സെറ്റപ്പ് കോസ്റ്റ് 1 lakh ഇൻക്ലൂഡിംഗ് മോണിറ്റർ. പെരിഫറൽസും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. മോണിറ്റർ ആം ആഡ് ചെയ്തിട്ടുണ്ട്. ഐ നീഡ് അഡ്വൈസ് പ്ലേസിംഗ് മൈ ഹോട്ട് വീൽസ് ഓൺ GPU. ഹോട്ട് വീൽസ് വെക്കാമോ എന്നാണോ ചോദിക്കുന്നത്. ഐ തിങ്ക് അങ്ങനെയാണെങ്കിൽ ഹോട്ട് വീൽസ് വെക്കാം, വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ടെമ്പറേച്ചറും കാര്യങ്ങൾ നോക്കണം. 4060 ആയതുകൊണ്ട് മേ ബി അത്രയ്ക്ക് ഓവർ ഹീറ്റ് ആകാൻ ചാൻസ് ഇല്ല. പക്ഷേ എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. മേളിലത്തെ ബാക്ക് പ്ലേറ്റ് മെറ്റൽ ആണെങ്കിൽ അതിലോട്ടായിരിക്കും ഹീറ്റ് മൊത്തം അടിക്കുന്നത്. സോ എന്തായാലും
ഒരു നോർമൽ ഈവൻ ദോ ഹീറ്റിംഗ് ഇല്ലെങ്കിലും ടെമ്പറേച്ചർ കുറച്ച് കൂടുതൽ തന്നെ ആയിരിക്കും. ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ലോങ് ടേം യൂസിന് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഇതുപോലത്തെ സെറ്റപ്സിൽ ഇതുപോലത്തെ സംഭവങ്ങൾ വെക്കുന്നത് കുറേ കണ്ടിട്ടുണ്ട്. ഫങ്കോ പോപ്സ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോട്ട് വീൽസ് കാർസ് ഒക്കെ വെക്കാറുണ്ട്. ബട്ട് അത് പ്രോപ്പറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളും നോക്കി ശ്രദ്ധിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ആൻഡ് പി സിയെ കുറിച്ച് പുള്ളി വലിയൊരു എസ്സേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, ഫാക്ടറി സ്ക്വാഡ്, TKFന്റെ ഫാക്ടറി സ്ക്വാഡ് മെമ്പറാണ്. 2019 മുതൽ 5 years, ആഫ്റ്റർ 5 years ആണ് ഈ പി സി ബിൽഡ് ചെയ്തത്. ആൻഡ് ഓവറോൾ 1.2 lakhs ആണ് ഫുൾ പ്രൈസ്. 1.2 lakhs ആണ് കംപ്ലീറ്റ്, ഇൻക്ലൂഡിങ് റൂം വർക്ക്സും അഡീഷണൽ ഗാഡ്ജറ്റ്സും പിന്നെ ബാക്കി DIY എല്ലാത്തിൻ്റെയും ഓവറോൾ ടോട്ടൽ പ്രൈസ് ആണ് ആസ് ഓഫ് നോ നിങ്ങൾ കണ്ടതിൻ്റെ. പിന്നെ പുള്ളിയുടെ റൂമിലെ DIY എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ഞാൻ അത് സ്ക്രീനിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മൊത്തം ഒന്ന് വായിച്ച് നോക്കാം. മേ ബി എന്തായാലും DIY സ്റ്റഫ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതിൽ കുറേ കാര്യങ്ങൾ പുള്ളി തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കേബിൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിലും പ്ലഗ് പോയിൻറ്റിൻ്റെ സംഭവങ്ങൾ, അതേപോലെ RGB ലൈറ്റിങ്ങിൻ്റെയും പല കാര്യങ്ങൾ പുള്ളി തന്നെ ചെയ്തിട്ടുണ്ട്. പ്ലീസ് പോയിന്റ് ഔട്ട് എനി മിസ്റ്റേക്സ് ഇൻ ദ PC, ഗിവ് മീ ടിപ്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ സെറ്റപ്പ്. ഇതിൽ ഇംപ്രൂവ് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു ബഡ്ജറ്റും നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഇനി അതിൽ ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ ഡിപ്പെൻഡ് ചെയ്യും. അതെന്തായാലും പുള്ളി തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുമുണ്ട് എന്തൊക്കെ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് പുള്ളി പ്ലാൻ ചെയ്യുന്നതെന്ന്. സോ എല്ലാത്തിൻ്റെയും ക്ലിയർ ഐഡിയ ഓൾറെഡി ഉണ്ട്. സോ എന്തായാലും ഇതിൽ പുള്ളി റാം സ്റ്റിക്സ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വാൾ ലൈറ്റിംഗ് കാര്യങ്ങളും ഡെക്കറേഷൻ, അതേപോലെ വയർലെസ് കൺട്രോളർ, മോണിറ്റർ റേസർ ആഡ് ചെയ്യണമെന്നുണ്ട്, ബ്രേഡഡ് കേബിൾസ്, മൗസ് മാറ്റ്, കീബോർഡ് ആൻഡ് മൗസ് ചേഞ്ച് ചെയ്യണം, അഡ്രീനോ ബേസ്ഡ് കൺട്രോളർ ആഡ് ചെയ്യണമെന്ന് പറയുന്നു മോണിറ്ററിൻ്റെ ബാക്ക് ലൈറ്റിങ്ങിന് വേണ്ടി, അത് മോണിറ്ററുമായിട്ട് സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി. സോ ക്ലിയർ ഐഡിയ ഉണ്ട് ആക്ച്വലി അപ്ഗ്രേഡ് ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ഐഡിയ പുള്ളിക്ക് ഓൾറെഡി ക്ലിയർലി ഉണ്ട്. സോ ജസ്റ്റ് ഫോളോ ദാറ്റ്, അത് തന്നെ ചെയ്താൽ മതി. ഇതല്ലാതെ ഇപ്പം എന്തെങ്കിലും അപ്ഗ്രേഡ് കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഹോട്ട് വീൽസിൻ്റെ ഇൻ കേസ് മോണിറ്റർ റൈസർ വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അതിൽ ഹോട്ട് വീൽസ് വെക്കാൻ വേണ്ടി. ഹോട്ട് വീൽസ് ഒത്തിരി കളക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അക്രലിക്കിൻ്റെ ഹോട്ട് വീൽസ് വെക്കാനുള്ള സെപ്പറേറ്റ് ഇതുപോലത്തെ വാൾ മൗണ്ടിങ് ചെയ്യുന്ന സംഭവങ്ങൾ കിട്ടും. സോ ഇത് വാങ്ങിച്ച് അതിൽ കുറച്ച് RGB ലൈറ്റിംഗ് അതിൻ്റെ ബാക്കിലൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ലുക്ക് വൈസ് നല്ലതായിരിക്കും. കാണുന്ന വാളിൽ ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഇതുപോലത്തെ ഒരു സംഭവം പ്ലേസ് ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. ഐ മീൻ ഒത്തിരി ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ ഉണ്ടെങ്കിലും 2-3 ആണെങ്കിൽ ടേബിളിൽ തന്നെ വെക്കുന്നതായിരിക്കും. ഹോട്ട് വീൽസിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്, അത് വെക്കാനൊരു ഇത് നോക്കുന്നെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതും വേണമെങ്കിൽ DIY ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെറ്റപ്പ്. ഷിഹാബുദ്ദീൻ മലപ്പുറത്ത് നിന്നാണ് അയച്ചേക്കുന്നത്. ആൻഡ് അപ്ഗ്രേഡ്സ് കാര്യങ്ങൾ ഇത് പുള്ളി രണ്ടാമത് അയച്ചതാണ്. റീസെൻ്റ്ലി ഒരു മെയിൽ വന്നതാണ്. സോ ഐ തിങ്ക് മോസ്റ്റ് അപ്ഗ്രേഡ്സ് ഇതിൽ ചെയ്തിട്ടുണ്ടാകും. അപ്ഗ്രേഡഡ് സെറ്റപ്പാണിത്. സെറ്റപ്പ് എന്തായാലും ലുക്സ് അടിപൊളി, ഫാബുലസ് സെറ്റപ്പാണ്. സ്പെഷ്യലി ലൈറ്റിംഗ് സിംഗിൾ കളറാണ്, മൾട്ടി കളർ അധികം ഓവർ ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ടില്ല. ദാറ്റ് ലുക്സ് വെരി നൈസ്. എന്തായാലും നല്ലൊരു സെറ്റപ്പായിരുന്നു. ഓവറോൾ എല്ലാ കാര്യങ്ങളും അതിൽ അടിപൊളിയാണ്, പെർഫെക്റ്റ്ലി ആണ് ചെയ്തേക്കുന്നത്. കേബിൾ മാനേജ്മെൻറ്റ്, കളേഴ്സ്, RGBയും കാര്യങ്ങളും. ഓവറോൾ PC വെച്ചേക്കുന്നത് ബാക്ക് ലൈറ്റ്, ബാക്കിലെ വാളും ഐ തിങ്ക് അതൊരു ഫോം ബേസ്ഡ് വാൾ പേപ്പർ ആണെന്ന് തോന്നുന്നു. ഓവറോൾ സെറ്റപ്പ് കംപ്ലീറ്റ്ലി ലുക്സ് നീറ്റ്. ആൻഡ് അത് മാത്രമല്ല പുള്ളി അയച്ചേക്കുന്നതും ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഫോട്ടോസ് ഓരോന്നിൻ്റെയും ഫോട്ടോസിൻ്റെ നെയിമും കാര്യങ്ങളും ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം, സ്ക്രീൻഷോട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടാണ് അയച്ചേക്കുന്നത്. അയച്ച് തന്നേക്കുന്ന ആ ഒരു രീതിയും ഇറ്റ് ലുക്സ് വെരി നീറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മുടെ തട്ടിക്കൂട്ട് സെറ്റപ്പിൻ്റെ എപ്പിസോഡ് ആക്ച്വലി പറഞ്ഞില്ല ഇന്ന്. ഐ തിങ്ക് എപ്പിസോഡ് 30 ആണെന്ന് തോന്നുന്നു. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് 30. 2025 ഫസ്റ്റ് തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡാണ്. ആൻഡ് ഇത് എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. സോ നല്ല രീതിയിൽ എൻട്രീസ് വരുവാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റോപ്പ് ദിസ് ആക്ച്വലി. എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല. സോ എൻട്രീസ് എങ്ങനെ അയക്കണമെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിലെല്ലാ ഡീറ്റെയിൽസ് പ്രോപ്പർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും സെൻഡ് ഇൻ യു എൻട്രീസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽസോ ടെക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.